എന്നോട് കോമലു മീനെ പിടിക്കാമ്മ. മീനയോ? ഇതാ കോട്ടയത്ത് കൊണ്ടുവന്ന മീനല്ലേ? അതെ. ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? 10-25 കൊണ്ടുവന്നതാ. ഇനിയിപ്പോ 7-8 ഉള്ളതാ തോന്നുന്നത്. കൊറേയുണ്ട്. സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ലുകൊടി നീ. ആകെ 2-3 ചത്തിട്ടുള്ളൂ. 2-3 ചത്തത്. അതിനകത്ത് കിടന്നതും ചത്ത്, വന്നതിൻ്റെ അത് കുറേ എണ്ണവും ചത്ത്. ഇനിയിപ്പോ കുറച്ചെണ്ണം കൂടെ ഉണ്ട്. ഗൈസ്, ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകതരം ഒരു അസുഖമാണിത്. ഇവർ എവിടുന്നേലുമൊക്കെ പോകുമ്പോൾ മീനെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് തീറ്റയൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കും. അതുങ്ങളെ കൊല്ലും. കൊന്നു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ആഴ്ച പുതിയ മീൻ വാങ്ങിക്കും. ഇന്നിപ്പോൾ ഒരു കഴുകുണ്ട്. ഈ സോപ്പൊക്കെ വെച്ചിട്ട് ഇത് മൊത്തം ബൗളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ തിരിച്ചിടുമ്പോൾ അതെല്ലാം ചത്തു പോകും. പിന്നെ ഞങ്ങൾ പുതിയതിനെ വാങ്ങിക്കും. അല്ലേ അമല്? ഗൈസ്, നിങ്ങളിൽ എത്ര പേർക്ക് വാലന്റൈൻസ് ഡേക്ക് ഹസ്ബൻഡ് ഇന്ന് പറയാതെ ചോദിക്കാതെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്? തന്നവരെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കൊണ്ടു തന്നതാ. ഇന്നലെ രാത്രിയിൽ ഒളിച്ച് നോക്കുന്നു. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന ഭർത്താവ് ഇവിടെ വന്ന് നിൽക്കുന്നു. എന്നെ ഞെട്ടിച്ച് ഗൈസ്. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് തന്നപ്പോഴത്തേനും ഞാൻ സത്യം പറ മനുഷ്യ, നിങ്ങൾക്ക് ആര് തന്ന ഗിഫ്റ്റാണ് നിങ്ങൾ എനിക്ക് കൊണ്ടുതരുന്നതെന്ന് ചോദിച്ച് വെറുതെ ആ മനുഷ്യനെ ചൊറിയുമ്പോൾ ഒരു സന്തോഷവും സുഖവും. എന്തായാലും ഇതെനിക്ക് തന്നപ്പോൾ എൻ്റെ മോളുടെ മുഖം ഇരിക്കുന്ന കാണണമായിരുന്നു. കടുന്നല് കുത്തിയതുപോലെ. അച്ഛൻ്റെ അടുക്കൽ പിണങ്ങി. കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് വാലന്റൈൻസ് ഡേക്ക് അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തില്ല, അമ്മയ്ക്ക് മാത്രമേ കൊടുത്തുള്ളൂ, അമ്മയോട് മാത്രമേ സ്നേഹമുള്ളെന്ന്. ഇതിനെയൊക്കെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ആ ഒരു ഇതിൽ ഇന്ന് എത്ര ഐസ്ക്രീം അവൾ വാങ്ങിച്ച് തിന്നാന്നറിയോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പക്ഷേ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് ഇത്രയും വർഷത്തിന് ശേഷവും അത് ഓർത്ത് ഇങ്ങനെ തന്നപ്പം ഇത്ര നാൾ തന്നിട്ടുണ്ടായില്ല, ബട്ട് എങ്കിൽ പോലും കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ.